എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് 1 കെമിസ്ട്രിയിലെ റെഡോക്സ് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ ഒരു അയോണിക് ഇക്വേഷൻ അല്ലെങ്കിൽ റെഡോക്സ് ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റാണ്. അയോണിക് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്നും ഹാഫ് റിയാക്ഷൻസ് മെത്തേഡ് എന്നും അറിയപ്പെടുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതില് നമ്മളെ ടെക്സ്റ്റ് ബുക്കിനെ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഈ രണ്ട് മെത്തേഡ്സും കൂടെ ചേർത്ത് ഒരു സാധാരണ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്ലസ് 1 നിലവാരത്തിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്താണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഒരു വലിയ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ വലിയ ലെവലിലുള്ള ഒരു ക്ലാസ് അല്ല. ഒരു പ്ലസ് 1 കുട്ടികൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്കിൽ ഒരു അയോണിക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 7 സ്റ്റെപ്പുകളുണ്ട്. ക്ഷമയോടെ സാവധാനം ഓരോ സ്റ്റെപ്പിലും പറഞ്ഞ കാര്യങ്ങൾ മാത്രം അതാത് സ്റ്റെപ്പിൽ ചെയ്തു പോയാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഇക്വേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം മാർക്ക് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻവോൾവ് ഇൻ റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് എഴുതിയിട്ട് ആ കാര്യം മാത്രമേ അതിൽ ചെയ്യാവൂ. ഒരു റെഡോക്സ് റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ റിഡക്ഷൻ ഓക്സിഡേഷനകത്ത് പങ്കെടുക്കുന്ന എലമെന്റുകളുടെ മാത്രം ഓക്സിഡേഷൻ നമ്പറിനെ ഒരു പെൻസിൽ കൊണ്ട് ആ ഇക്വേഷനിലേക്ക് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ട ജോലി. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ സിലബസിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് 2 ചെയ്യേണ്ട കാര്യം സെപ്പറേറ്റ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മാത്രം ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും എടുത്ത് എഴുതുക, സെപ്പറേറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം ബാലൻസ് നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല. നമ്മളൊരു പ്ലസ് 1 സിലബസിന് വേണ്ടി അനുയോജ്യമായ രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും റെഡോക്സ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ധാരണയിൽ നമ്മൾ ഇക്വേഷൻ ചെയ്യുന്നു എന്ന് മാത്രമാണ്. അതായത് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നു. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യണം ബാലൻസ് നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുക. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ ബാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്, അതായത് ഓക്സിഡേഷൻ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര, റിഡക്ഷനകത്ത് പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന് കണ്ടുപിടിക്കുന്നത് നാലാമത്തെ സ്റ്റെപ്പിലാണ്. സ്റ്റെപ്പ് 5 മൾട്ടിപ്ലൈ വിത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് റിഡക്ഷൻ ഇക്വേഷനെ ഹോൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റിഡക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് ഓക്സിഡേഷൻ ഇക്വേഷൻ ഹോൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് 6 ആഡ് ബോത്ത് ഹാഫ് റിയാക്ഷൻസ്. ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് റിയാക്ഷനെയും പരസ്പരം കൂട്ടിച്ചേർക്കുക. അതിനുശേഷം സ്റ്റെപ്പ് 7 ബാലൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യുന്നത് അവസാന സ്റ്റെപ്പിലാണ്. അതിനുവേണ്ടി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യനിൽ ആസിഡ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ H+ഉം വാട്ടറും ഉപയോഗിച്ച് മാത്രമേ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യാവൂ. ക്വസ്റ്റ്യനിൽ ബേസിക് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ OH- ഹൈഡ്രോക്സൈഡും വാട്ടർ ഉപയോഗിച്ച് മാത്രമേ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യാവൂ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ 7 സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓരോ സ്റ്റെപ്പ് എഴുതിയിട്ട് അതിൻ്റെതായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. ഓർക്കുക, അയോണിക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി 7 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നമ്പറുകൾ മാർക്ക് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സെപ്പറേറ്റ് ചെയ്യണം, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ സെപ്പറേറ്റ് ചെയ്യണം. മൂന്നാമത്തേതിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെ ഉള്ള ആറ്റങ്ങൾ ബാലൻസ് ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പിൽ ബാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്. അഞ്ചാമത്തേതിൽ മൾട്ടിപ്ലൈ വിത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആറാമത്തേത് രണ്ട് റിയാക്ഷൻ പരസ്പരം കൂട്ടിച്ചേർക്കുക. ഏഴാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ H+ഉം H2O ഉപയോഗിച്ച് വേണം അവിടെ ആസിഡ് മീഡിയത്തിനകത്ത് ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യേണ്ടത്. അതേസമയം OH- H2 ഉപയോഗിച്ച് വേണം ബേസിക് മീഡിയത്തിനകത്ത് ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് ചെയ്യേണ്ടത്. എന്താ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ശരി, അപ്പൊ എങ്കിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Cr2O7 2- plus SO3 2- gives Cr3+ plus SO4 2- acidic medium. ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ചെയ്യേണ്ട കാര്യം ആദ്യം ആ ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതാം. Cr2O7 2- അവസാനം എഴുതണം ഈ ചാർജൊക്കെ അതുപോലെ, പ്ലസ് SO3 2-
ഗീസ് Cr3 plus SO4 2-. ഓക്കെ, ഇപ്പൊ ചെയ്യേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. നമുക്കറിയാം Cr2O7 2-നകത്ത് ക്രോമിയത്തിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അദൃശ്യമായ ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക. ഇപ്പൊ ക്രോമിയത്തിന്റെ എക്സ്, 2 ക്രോമിയം 2x പ്ലസ് ഓക്സിജൻ ഒരാൾക്ക് -2 into 7 -14 equal to -2. So 2x equal to +12. ഇത് പുറത്ത് വരുമ്പോൾ x equal to +6. ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മാത്രമേ മാർക്ക് ചെയ്യൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, പെൻസിൽ ഉപയോഗിച്ച് വേണം മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഈ ചാർജ് ഒക്കെ അതിനകത്ത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒരാളുടെ മാർക്ക് ചെയ്യാവും. സോ മാർക്ക് ചെയ്യുന്നു, പെൻസിൽ ഉപയോഗിച്ച് +6 എന്ന് മാർക്ക് ചെയ്യുന്നു. +6. ഓക്സിജൻ അവിടെ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല, സോറി അവിടെ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അടുത്ത രണ്ടാമത്തെ SO4 3-. ഞാൻ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണമെന്ന് പറയുന്ന കാര്യം ഇതാണ്, അല്ലെങ്കിൽ ഈ 6 ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത SO3 2-നകത്ത് കണ്ടുപിടിക്കാം. SO3 2-. സൾഫറിന്റെ കണ്ടുപിടിക്കണം. എക്സ് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, പ്ലസ് ഓക്സിജൻ ഒരാൾക്ക് -2 into 3 -6 equal to -2. x equal to +4. ഓക്കെ, അപ്പൊ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ അവിടെ മാർക്ക് ചെയ്യാം. +4. അടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ SO4 3-. SO4 2-. SO4 2-. ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക. സോ എക്സ് പ്ലസ് ഓക്സിജൻ ഒരാൾക്ക് -2 into 4 -8 equal to -2. x equal to +6. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് തന്നെ നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ചാർജ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ശരി, അപ്പൊ ഒന്നാമത്തെ ജോലി സ്റ്റെപ്പ് 1-ൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ജോലി നമ്മൾ പൂർത്തിയാക്കി. മാർക്ക് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻവോൾവ് ഇൻ റെഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. സ്റ്റെപ്പ് 2. അതിനുവേണ്ടി ഓക്സിഡേഷൻ ഹാഫ് എടുത്തെഴുതണം, റിഡക്ഷൻ ഹാഫ് എടുത്തെഴുതണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വളരെ സൂക്ഷ്മമായി ചിന്തിക്കാം. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആയിരുന്നു. റിയാക്ടന്റ് സൈഡില് +6 എന്നുള്ളത് +3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ +6 +3 ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തിന് നമ്മൾ റിഡക്ഷൻ എന്ന പേര് അറിയപ്പെടണം. സോ റിഡക്ഷൻ ഹാഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എടുത്തെഴുതാം. Cr2O7 2- gives Cr3+ എന്നുള്ളത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ഓക്സിഡേഷൻ ഹാഫ് നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ ഹാഫ് ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. പ്രോഡക്റ്റ് ആയ സമയത്ത് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആയി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനത്തിന് ഓക്സിഡേഷൻ എന്ന് പറയണം. സോ SO3 2- എന്നുള്ളത് SO4 2- ആയി മാറുന്നത് അവിടെ ഓക്സിഡേഷൻ ഹാഫ് ആണെന്ന് പറഞ്ഞു. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബാലൻസ് നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുക. സോ നമുക്ക് എടുത്തെഴുതിയിട്ട് ഓക്സ് ഹാഫിനെ എടുത്തെഴുതാം. SO3 2- gives SO4 2-. ശരി, അപ്പൊ അവിടെ സൾഫറിന്റെ എണ്ണം റിയാക്ടർ സൈഡിൽ ഒന്ന് തന്നെ, പ്രോഡക്റ്റ് സൈഡിൽ ഒന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റമില്ല. ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ സ്റ്റെപ്പിൽ അധികാരമില്ല. ഇനി റിഡക്ഷൻ ഹാഫ് എടുത്തെഴുതാം. Cr2O7 2- gives Cr3+. ശരി, അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് റിയാക്ടർ സൈഡിൽ 2 ക്രോമിയം ഉണ്ട്, പക്ഷെ പ്രോഡക്റ്റ് സൈഡ് ആ സമയത്ത് ഒരു ക്രോമിയം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ക്രോമിയത്തിന്റെ എണ്ണം ബാലൻസ് ചെയ്യാം. ഇവിടെ 2 ക്രോമിയം കൊടുത്ത് ബാലൻസ് ചെയ്യണം. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ കാര്യം പറയണം. സ്റ്റെപ്പ് 4. ഓക്സിഡേഷൻ ഹാഫ് SO3 2- gives SO4 2-. Reduction half
Cr2O7 2 minus gives 2Cr3+. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിച്ച് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിച്ച് എഴുതണമെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചത്, ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്തത്. സോ ഇനി നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. ഇവിടെ ക്രോമിയത്തിന് +3 ആണ്. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഇലക്ട്രോണിന്റെ എണ്ണം ഓരോ ഹാഫ് റിയാക്ഷനിൽ നമുക്ക് അറിയാം. നമുക്ക് ചിന്തിച്ചു നോക്കാം. സൾഫറിന് +4 ആണ്. അപ്പൊ +4 എന്നുള്ളത് +6 ആയി മാറണമെങ്കിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിയിരിക്കണം. +4 എന്നുള്ളത് +5 ആവണമെങ്കിൽ ഒരു ഇലക്ട്രോൺ കളയണം. +6 ആവണമെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടെ കളയണം. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയിരിക്കണം. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോണുകൾ ഇവിടെയാണ് എഴുതേണ്ടത് പ്ലസ്. അല്ലെങ്കിൽ തന്നെ അറിയാം ഓക്സിഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനത്തിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയേണ്ടതെന്ന് നമുക്ക് നേരത്തെ അറിയാം. എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് സാവധാനം ചിന്തിക്കാം. ഇവിടെ +4 എന്നുള്ളത് +6 ആയി മാറണമെങ്കിൽ +4 +5 ആയി മാറണമെങ്കിൽ ഒരു ഇലക്ട്രോൺ കളയണം. +4 +6 ആയി മാറണമെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടെ നഷ്ടപ്പെടുത്തണം. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ എഴുതാം 2 ഇലക്ട്രോൺ. ഇനി ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ +6 ആണ്. +6 എന്നുള്ളത് +3 ആയിട്ട് മാറണം. അപ്പൊ +6 +3 ആയിട്ട് മാറണമെങ്കിൽ നമുക്കറിയാം +6 ഞാൻ ഇവിടെ കാണിക്കും. സാധാരണ ഒരു കുട്ടികൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. 3 4 5 6 1 2 3 4 5 6. അപ്പൊ +6 ആയി. +6 എന്നുള്ളത് +3 ആയി മാറണമെങ്കിൽ ആലോചിക്കാം, ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും പോയി. അപ്പൊ +5 ആയി. വീണ്ടും ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്യാൻസൽ ആയി, +4 ആയി. വീണ്ടും ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സമയത്ത് +3 ആയി. അപ്പോൾ +6 എന്നുള്ളത് +3 ആയി മാറണമെങ്കിൽ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യണം. അവിടെ +6 +3 ആയിട്ട് മാറണമെങ്കിൽ 3 ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യണം. 3 ഇലക്ട്രോണുകൾ. ഇത് തീർന്നില്ല. ഇവിടെ ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് +6. ഇവിടെ ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് +3. അപ്പോൾ ഒരു ക്രോമിയം 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാം 2 ക്രോമിയം ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ 3 അല്ല, പകരം 6 ഇലക്ട്രോൺ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിച്ച് പ്രോപ്പർ ആയിട്ട് അവിടെ മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ക്രോമിയത്തിന് +6, ഒരു ക്രോമിയം +3 ആയിട്ട് മാറാൻ വേണ്ടി 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. 2 ക്രോമിയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തതായിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 4 സ്റ്റെപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അഞ്ചാമത്തെ സ്റ്റെപ്പ് മൾട്ടിപ്ലൈ വിത്ത് ദീസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതായത് ഓക്സിഡേഷനകത്ത് പങ്കെടുക്കുന്ന ഈ 2 എന്ന നമ്പർ കൊണ്ട് ഈ റിഡക്ഷൻ ഇക്വേഷൻ ഹോൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റിഡക്ഷനകത്ത് പങ്കെടുക്കുന്ന 6 എന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ അതായത് ഓക്സിഡേഷനകത്ത് പങ്കെടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് റിഡക്ഷൻ ഇക്വേഷനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. റിഡക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് ഓക്സിഡേഷൻ ഇക്വേഷൻ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ 2 6 ആണ്. അപ്പോൾ 2 6 ആവുന്ന സമയത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 2 6 സിംപ്ലിഫൈ ചെയ്യുന്ന വെച്ചാൽ അത് 1 3 ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഇക്വേഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പകരം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ തന്നെ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്തിട്ട് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാവൂ. 2ഉം 6ഉം വരുന്ന സമയത്ത് 1ഉം 3 ഉപയോഗിച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2ഉം 5ഉം വന്നിരുന്നാൽ മാറ്റമില്ല. 2ഉം 7ഉം വന്നിരുന്നാലും മാറ്റമില്ല. 3ഉം 9ഉം വന്നിരുന്നാൽ 1ഉം 3ഉം ഉപയോഗിച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ ഹോൾ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഹോൾ ഇക്വേഷനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. സോ സ്റ്റെപ്പ് 5 നമുക്ക് പൂർത്തിയാക്കാം. ഓക്സിഡേഷൻ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 SO3 2 മൈനസ് ഗീവ്സ് 3 SO4 2 മൈനസ് പ്ലസ് ഇവിടെ 2 ഉണ്ടായിരുന്നു 6 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫ് ഇവിടെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. Cr2O7 2 മൈനസ് പ്ലസ് ഗീവ്സ് 2 Cr3. ഓക്കെ, അപ്പൊ 5 സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുത്ത 6ാമത്തെ സ്റ്റെപ്പ് 7ാമത്തെ സ്റ്റെപ്പിലേക്ക് പൂർത്തിയാക്കാം. ഇതിന്റെ ബാക്കിയായിട്ടാണ്. സ്റ്റെപ്പ് 6ൽ ഈ 2 റിയാക്ഷൻ ആഡ് ചെയ്യുക. 2 റിയാക്ഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഇടതുവശത്തുള്ളതെല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുക,
വലതുവശത്തുള്ളത് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുക, ഒരുപോലുള്ളത് ക്യാൻസൽ ചെയ്യുക. സോ ആഡ് ചെയ്യാം Cr2O7 2- plus 6 electron plus 3SO3 2- gives 2Cr3 plus 3SO4 2- plus 6 electron. സ്വാഭാവികമായിട്ടും ഒരേപോലത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്തിട്ട് ആറാമത്തെ സ്റ്റെപ്പ് പൂർത്തിയാക്കാം. Cr2O7 2- പ്ലസ് ഇലക്ട്രോൺ രണ്ടും തുല്യമാണ് 3SO3 2- gives 2Cr3 plus 3SO4 2-. അപ്പോൾ 6 സ്റ്റെപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഏഴാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം ഹൈഡ്രജൻ ഓക്സിജനും ബാലൻസ് ചെയ്യുകയാണ്. അപ്പൊ അതിനുവേണ്ടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മീഡിയം ഏതെന്ന് സെലക്ട് ചെയ്യാം. മീഡിയം അസിഡിക് മീഡിയം ആണ്. അസിഡിക് മീഡിയം ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ H+ വാട്ടർ ഉപയോഗിച്ചാണ് അവിടെ ബാലൻസ് ചെയ്യേണ്ടത്. സോ സ്റ്റെപ്പ് 6, 7 നമുക്ക് എഴുതാം. Cr2O7 2- എടുത്തെഴുതാം പ്ലസ് 3SO3 2- ചിലപ്പോൾ സ്ഥലം ഇവിടെ ഇട്ട് എഴുതാം 2Cr3 plus 3SO4 2-. അപ്പൊ ഇനി അവശേഷിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യാനാണ്. പക്ഷെ നമ്മുടെ കൈവശം ഉള്ളത് H+ വാട്ടറുമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആലോചിക്കാം. ആദ്യം ഓക്സിജന്റെ എണ്ണം എടുക്കാം. ഓക്സിജൻ റിയാക്ടർ സൈഡിൽ ഓക്സിജൻ ഇവിടെ 7, ഇവിടെ 3, ഇവിടെ 3 9, 9 7 16 ഓക്സിജൻ. ഇവിടെ 16 ഓക്സിജൻ. ഇവിടെ 3 4 12 ഓക്സിജൻ. അപ്പോൾ ഓക്സിജന്റെ എണ്ണം ഇവിടെ 4 എണ്ണം കുറവുണ്ട്. അപ്പോൾ ഓക്സിജൻ കൈവശമുള്ളത് വാട്ടറിനാണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓക്സിജൻ വേണമെങ്കിൽ ഒരു വാട്ടർ ആഡ് ചെയ്യാം. ഒരു ഓക്സിജൻ വേണമെങ്കിൽ ഒരു വാട്ടർ ആഡ് ചെയ്യാം. 2 ഓക്സിജൻ വേണമെങ്കിൽ 2 വാട്ടർ ആഡ് ചെയ്യാം. 3 ഓക്സിജൻ ആണെങ്കിൽ 3 വാട്ടർ ആഡ് ചെയ്യാം. 4 ഓക്സിജൻ കുറവുണ്ടെങ്കിൽ 4 H2 ആഡ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 16 ഓക്സിജൻ, ഇവിടെ 12 ഓക്സിജൻ, അപ്പോൾ 4 ഓക്സിജൻ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലസ് 4 H2O. ഇനി ഹൈഡ്രജന്റെ എണ്ണം ബാലൻസ് ചെയ്യണം. ഹൈഡ്രജന്റെ എണ്ണം നോക്കുന്ന സമയത്ത് ഇവിടെ 4 - 2 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 8 ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് H+ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ 8 H+ കൊടുത്ത് ബാലൻസ് ചെയ്യണം. സോ ഫൈനൽ ഇക്വേഷൻ റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ വായിക്കാം. Cr2O7 2- plus 3SO3 2- plus 8H+ gives 2Cr3 plus 3SO4 2- plus 4H2 എന്ന് എഴുതിയാൽ നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്തതായി. ഓക്കെ, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിലും പറയുന്ന കാര്യങ്ങൾ അതാത് സ്റ്റെപ്പിൽ മാത്രം ചെയ്ത് ക്ഷമയോടെ ചെയ്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാക്സിമം 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് പൂർത്തിയാക്കി എടുക്കാം. പരീക്ഷയ്ക്ക് ഫോക്കസ് പോയിന്റ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായും പരീക്ഷയ്ക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തരും. ഒരു 3 മിനിറ്റ് സമയം എടുത്താൽ മതി. പക്ഷെ ഓരോ സ്റ്റെപ്പിലും പറയുന്ന കാര്യങ്ങൾ അതാത് സ്റ്റെപ്പിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ബേസിക് മീഡിയത്തിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഒരെണ്ണം കൂടെ. അപ്പൊ പെട്ടെന്ന് അവിടെ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻവോൾവ് ഇൻ റിഡോക്സ് റിയാക്ഷൻ. സോ സ്റ്റെപ്പ് 1 ഇത് എടുത്തെഴുതാം. ആദ്യം സാവധാനം ചെയ്യണം. MnO4- plus I- വ്യക്തമായി ഇതൊക്കെ നോക്കി എഴുതണം. MnO2 plus I2. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യണം. കണ്ടുപിടിക്കാം. MnO4- ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം. X plus ഓക്സിജൻ ഒരാൾക്ക് -2 × 4 -8 equal to -1. സോ X equal to -8 അപ്പുറത്ത് പോകുമ്പോൾ +8 ആയി. സോ -1 + 8 ആകുമ്പോൾ +7 ആണ്. അപ്പോൾ MnO4- മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. +7. ഇനി ഇവിടെ I- ഓക്സിഡേഷൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. I- തന്നെ കൊടുത്തിട്ടുണ്ട്. അയോൺ ആണ്. അടുത്ത MnO2 മാംഗനീസിന്റെ കണ്ടുപിടിച്ച് നോക്കാം. MnO2 മാംഗനീസിന് X plus ഓക്സിജൻ -2 × 4 2 equal to -4 equal to 0. ഇതൊരു കോമ്പൗണ്ട് ആയതുകൊണ്ട് 0. X equal to +4. ഇതൊരു റാഡിക്കൽ ആണ്. ഇതൊരു കോമ്പൗണ്ട് ആണ്. സോ അത് മാർക്ക് ചെയ്തു. +4. ഇനി I2 എന്ന് വെച്ചാൽ ഫ്രീ സ്റ്റേറ്റിലായിരിക്കുന്ന ഒരു കോമ്പൗണ്ട്. നമുക്കറിയാം Cl2 എന്ന് എഴുതിയാലും F2 എന്ന് എഴുതിയാലും N2 എന്ന് എഴുതിയാലും ഒക്കെ തന്നെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ 0 മാർക്ക് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും എടുത്തെഴുതാൻ പറയുന്നുണ്ട്. സ്റ്റെപ്പ് 2 അത് ചെയ്യാം. സ്റ്റെപ്പ് 2 ഓക്സ് ഹാഫ് എടുത്തെഴുതാം. ആലോചിക്കാം.
ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. നമുക്ക് നോക്കാം, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനം ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ I മൈനസ് എന്നുള്ളത് I0 ആയി മാറുന്നത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനമാണ്. സോ അതുകൊണ്ട് തന്നെ I മൈനസ് ഗീവ്സ് I2 എന്ന് എഴുതിയാൽ അത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആയി. ഇനി റിഡക്ഷൻ ഹാഫ് നമുക്കറിയാം, റിഡക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രവർത്തനമാണ്. സോ MnO4 മൈനസിന് മാംഗനീസിന് +7 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ +4 ആയി. സോ അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ഹാഫ് ആണ്. MnO4 മൈനസ് ഗീവ്സ് MnO2 എന്ന് എഴുതിയാൽ അത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആയി. ഇനി സ്റ്റെപ്പ് 3യിലേക്ക് വരാം. സ്റ്റെപ്പ് 3യിൽ ഇതെടുത്ത് എഴുതി ചെയ്യാം. ഓക്സിഡേഷൻ ഹാഫ് I മൈനസ് ഗീവ്സ് I2 റിഡക്ഷൻ ഹാഫ് MnO4 മൈനസ് ഗീവ്സ് MnO2. ശരി, എടുത്ത് എഴുതിയതിനു ശേഷം നമുക്ക് മൂന്നാം സ്റ്റെപ്പ് ആലോചിക്കാം. ബാലൻസ് നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇവിടെ നോക്കാം, ഇവിടെ മാംഗനീസിന്റെ എണ്ണം 1 തന്നെ, ഇവിടെ മാംഗനീസിന്റെ എണ്ണം 1 തന്നെ. അപ്പൊ മാംഗനീസിന്റെ എണ്ണം അവിടെ ബാലൻസ് ചെയ്യുന്നില്ല. ഇവിടെ അയഡിൻ -1 ആണ്, പക്ഷെ ഇവിടെ 2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയഡിന്റെ എണ്ണം ഇവിടെ 2 കൊടുത്ത് ബാലൻസ് ചെയ്യണം. അപ്പൊ ബാലൻസ് നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ശരി, സ്റ്റെപ്പ് 4ൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച് എഴുതാം. ഓക്സിഡേഷൻ ഹാഫ് 2I മൈനസ് ഗീവ്സ് I2 റിഡക്ഷൻ ഹാഫ് MnO4 മൈനസ് MnO2. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. സോ മാർക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. I മൈനസ് എന്നുള്ളത് 0, ഇവിടെ മാംഗനീസിന് +7, ഇവിടെ മാംഗനീസിന് +4. ശരി, ആലോചിക്കാം. ഇപ്പൊ റിഡക്ഷൻ ആണ്. റിഡക്ഷന്റെ പ്രത്യേകത ഞാൻ പറയുന്നത് റിഡക്ഷൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. നമുക്ക് ശരിയാണ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. ഇവിടെ +7 എന്നുള്ളത് +4 ആയി മാറണമെങ്കിൽ, +4 +7 ആയി മാറണമെങ്കിൽ അവിടെ 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. സോ അതായത് 3 ഇലക്ട്രോൺ എഴുതുക. ശരി, ഇനി -1 എന്നുള്ളത് 0 ആയിട്ട് മാറണമെങ്കിൽ, -1 0 ആയിട്ട് മാറണമെങ്കിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം. ശരി, ഒരു ഇലക്ട്രോൺ ആണ്. ഇനി പക്ഷെ ഇവിടെ നമുക്കറിയാം ആറ്റങ്ങളുടെ എണ്ണം 2 എണ്ണം ഉണ്ട്. ഒരു -1 ഒരു 0 ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം. പക്ഷെ ഇവിടെ 2 I- ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ 2 ആണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5ലേക്ക് വരാം. സ്റ്റെപ്പ് 5 എടുത്ത് എഴുതിയതിനു ശേഷം ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ തന്നെ എഴുതാം. ഓക്സിഡേഷൻ ഹാഫ് സ്റ്റെപ്പ് 5ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് ഈ 2 എന്ന നമ്പർ കൊണ്ട് ഈ ഹോൾ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേസമയം ഈ ഹോൾ ഇക്വേഷനെ നമുക്ക് 3 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഓക്കെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞിരിക്കുന്ന 3 എന്ന നമ്പർ കൊണ്ട് ഇതിന് 3 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഈ 2 എന്ന നമ്പർ കൊണ്ട് ഇതിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പൊ അവിടെ സിംപ്ലിഫിക്കേഷന് സാധ്യതയില്ല. 2 3 ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞു 2ഉം 6 വന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1ഉം 3 ഉപയോഗിച്ചിട്ടാണ്. ഇനി 2ഉം 8ഉം വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1ഉം 4 ഉപയോഗിച്ചിട്ടാണ്. 3ഉം 9ഉം വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1ഉം 3 ഉപയോഗിച്ചിട്ടാണ്. 2ഉം 7 വന്നാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരണം. ശരി, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 എന്ന നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 6I മൈനസ് ഗീവ്സ് 3 എന്ന നമ്പർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു 3I2 പ്ലസ് 6 ഇലക്ട്രോൺ. ശരി, റിഡക്ഷൻ ഹാഫ് ഈ 2 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക 2 MnO4 മൈനസ് പ്ലസ് 2 into 3 6 ഇലക്ട്രോൺ gives 2 MnO2. ഓക്കെ, അപ്പോൾ 5 സ്റ്റെപ്പ് പൂർത്തിയാക്കി. സ്റ്റെപ്പ് 6 ഞാൻ പറഞ്ഞു ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുക. ഗീവ്സ് എടുത്ത് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുക. 6I മൈനസ് പ്ലസ് 2 MnO4 മൈനസ് പ്ലസ് 6 ഇലക്ട്രോൺ gives 3I2 പ്ലസ് 2 MnO2 പ്ലസ് 6 ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമാവണം. അവിടെ ക്യാൻസൽ ചെയ്യണം. ബാക്കിയുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. 6ാമത്തെ സ്റ്റെപ്പ് പൂർത്തിയാക്കാം. 6I മൈനസ് ബി പ്ലസ് 2 MnO4 മൈനസ് gives 3I2 പ്ലസ് 2 MnO2. ഓക്കെ, ഇനി അവസാനത്തെ സ്റ്റെപ്പിലേക്ക് വരാം.
സ്റ്റെപ്പ് 7 6i മൈനസ് പ്ലസ് 2mnO4 മൈനസ് അല്പം സ്ഥലം ഇട്ടിരിക്കാം ഗീവ്സ് 3i2 പ്ലസ് 2mnO2. അപ്പൊ ഇനി അവസാനത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് ചെയ്യാനാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ബേസിക് മീഡിയം എന്ന് പറയുന്നുണ്ട്. ബേസിക് മീഡിയം ആണെങ്കിൽ നമ്മുടെ കൈവശമുള്ളത് ശരിക്കും പറഞ്ഞാൽ OH മൈനസും H2O ആണ്. അപ്പൊ നേരത്തെ ഇല്ലാത്ത ചെറിയൊരു പ്രോബ്ലം ഇപ്പോഴുണ്ട്. അത് വേറെ ഒന്നുമല്ല, നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് H പ്ലസും H2O ആണ്. അപ്പൊ അവിടെ ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് ഡെഫിനറ്റ് ആയിട്ട് വാട്ടർ തന്നെ ആഡ് ചെയ്യണം. കാരണം വാട്ടറിനകത്ത് മാത്രമേ ഓക്സിജൻ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് വാട്ടർ ആഡ് ചെയ്യണോ അതോ OH മൈനസ് ആഡ് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷൻ സാധാരണക്കാർക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പുതിയ പ്രോബ്ലം നമുക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, അതായത് ആസിഡ് മീഡിയം ആയിരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് H2 ആഡ് ചെയ്താൽ മതി. കാരണം നമുക്ക് ആഡ് ചെയ്യാൻ തന്നിരിക്കുന്ന H2 മാത്രമേ ഓക്സിജൻ ഉള്ളൂ. പക്ഷെ ബേസിക് മീഡിയത്തിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് OH മൈനസിനകത്തും ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്, വാട്ടറിനകത്തും ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഏത് അവിടെ ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് ഏത് ആഡ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് സാധാരണക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണക്കാർ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഒരു പെൻസിൽ എടുത്തതിന് ശേഷം നമുക്ക് സാവധാനം ചെയ്യാം. അപ്പൊ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ സാധാരണക്കാരൻ മാത്രം ഓർമ്മിച്ച് ചെയ്യുക. ബാക്കിയുള്ളവർ കാണാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ അതനുസരിച്ച് ബാലൻസ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ആൾക്കാർ മാത്രം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് ആവശ്യത്തിന് H2O ചേർക്കണം. ബേസിക് മീഡിയത്തിൽ സ്റ്റെപ്പ് 6 ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഒരു അല്ലാതെ കാണുന്ന ആൾക്കാർക്ക് OH മൈനസ് ഇവിടെ ഇടണം, H2O ഇവിടെ ഇടണം എന്ന് കൃത്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം, കുഴപ്പമില്ല. ഇനി പെട്ടെന്ന് അത് ഐഡിയ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് ആവശ്യത്തിന് H2O ചേർക്കണം, പെൻസിൽ കൊണ്ട് ചേർക്കണം. നോക്കാം നമുക്ക്. ഇവിടെ 8 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ. ശരി, അപ്പൊ ഓക്സിജൻ കുറവുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെയാണ്. അപ്പൊ അവിടെ ആവശ്യത്തിന് H2O ചേർക്കണം. അപ്പൊ 4 ഓക്സിജൻ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെൻസിലും കൊണ്ട് 4 H2O ചേർക്കണം. 4 H2O. ഓക്കെ, ഇനി അവിടെ രണ്ടാമത് ചെയ്യേണ്ടത് അതേ സൈഡിൽ തന്നെ, സെയിം സൈഡിൽ തന്നെ ഡബിൾ OH മൈനസ് ആഡ് ചെയ്യണം. എവിടെയാണോ നമ്മൾ വാട്ടർ ആഡ് ചെയ്തത് അതേ സൈഡിൽ തന്നെ ഇരട്ടി OH മൈനസ് ചേർക്കണം പെൻസിലും കൊണ്ട്. 4 വാട്ടർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതേ സൈഡിൽ തന്നെ അതിന്റെ ഇരട്ടിയായി 8 OH മൈനസ് ചേർക്കണം. തീർന്നില്ല, ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ഇത് ചേർത്തത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ OH മൈനസിന് തുല്യം വാട്ടറിനെ ആഡ് ചെയ്യണം. OH മൈനസിന് തുല്യം എണ്ണം വാട്ടറിനെ ആഡ് ചെയ്യണം പെൻസിലും കൊണ്ട്. സോ OH മൈനസിന് തുല്യം എണ്ണം വാട്ടർ, അതായത് 8 വാട്ടർ. ഇനി ക്യാൻസൽ ചെയ്യേണ്ട വാട്ടറിനെ ക്യാൻസൽ ചെയ്യുക. അതായത് ഇവിടെ 8 വാട്ടർ ഉണ്ട്, ഇവിടെ 4 വാട്ടർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 4 വാട്ടർ അവിടെ ക്യാൻസൽ ചെയ്യാം. സോ ഇനി പെൻസിൽ കൊണ്ട് ഈ എഴുതിയിട്ടുണ്ട്, ഇതിനെ ക്യാൻസൽ ചെയ്തു 4 വാട്ടർ. ഇനി നമുക്കൊന്ന് എണ്ണി നോക്കാം. ഓക്സിജന്റെ എണ്ണം നമുക്ക് നോക്കാം. 2 × 4 8, 8 4 12 പ്ലസ് 4 ഈക്വൽ ടു 12 ഓക്സിജൻ. പ്രോഡക്റ്റ് സൈഡിൽ 2 × 2 4, പിന്നെ ഇവിടെ 8, 4 8 12 ഓക്സിജൻ. ഹൈഡ്രജൻ 8 ഹൈഡ്രജൻ, ഇവിടെ 8 ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ അവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ പേന വെച്ച് എഴുതി പൂർത്തിയാക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് മീഡിയത്തിന് സ്റ്റെപ്പ് 6 ചെയ്യുന്ന സമയത്ത് സാധാരണക്കാര് അല്ലെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. സാവധാനം വന്നതിന് ശേഷം 4 സ്റ്റെപ്പ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക. അവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ എവിടെയാണോ കുറവുള്ളത് ആ സ്ഥലത്ത് ആവശ്യത്തിന് വാട്ടർ ചേർക്കണം. ഇനി മറക്കരുത്, അതേ സൈഡിൽ തന്നെ എത്ര വാട്ടർ ചേർത്തോ അതിന് ഇരട്ടി OH മൈനസ് ചേർക്കണം. പിന്നെ ചെയ്യേണ്ടത് OH മൈനസിന് തുല്യം വാട്ടറിനെ ഓപ്പോസിറ്റ് സൈഡ് ചേർക്കണം. 2 സൈഡും വാട്ടറായി. അപ്പോൾ ഒരേപോലെ വരുന്ന വാട്ടറിന്റെ എണ്ണം ക്യാൻസൽ ചെയ്യുക. ബാക്കി നോക്കുന്ന സമയത്ത് ഇക്വേഷൻ റെഡി ആയിരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്പം പ്രയത്നിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷൻസ് എല്ലാം ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതൊരു +1 നിലവാരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഹയർ സ്റ്റാൻഡേർഡിൽ ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ +1 നമ്മുടെ NCERT പുസ്തകത്തെ അനുസരിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞിരിക്കുന്ന രീതി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഓർമ്മിക്കുക. നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക.